ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ കപ്സയുടെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഈ കപ്സ ഞാൻ ഉണ്ടാക്കിയതിൽ ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഒതൻറ്റിക് ആയിട്ടുള്ളൊരു കപ്സ ഈ ഒരു റെസിപ്പിയിലല്ല. ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും കപ്സ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതിൽ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കപ്സ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഇവിടെ ഇനി കഴുകിയൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇന്നലെ ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ലുലുവിൽ പോയത്. അവിടെ ചെന്ന് ചിക്കൻ എടുത്തുകൊണ്ട് അത് അവിടെ കട്ട് ചെയ്യാൻ കൊടുത്തു. ബാക്കി 1-2 സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡും വാങ്ങി. എന്നിട്ട് അതെല്ലാം അവിടെ നിന്ന് പേ ചെയ്ത് നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഓർമ്മ വന്നത് ചിക്കൻ കട്ട് ചെയ്യാൻ കൊടുത്തത് അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നുള്ളത്. പിന്നെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം അപ്പോൾ ഇത്തിരി ലേറ്റായിട്ടാണ് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ചെന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ അതിലും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 11:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി തിരിച്ചു പോയിട്ട് അത് മേടിക്കൽ ടാസ്ക്കാണ്. അപ്പോൾ എന്ത് ചെയ്തു, വെള്ളിയാഴ്ചയാണ് ഇപ്പം ഞാൻ ഈ കപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ വെള്ളിയാഴ്ച ക്രിക്കറ്റ് കളി മസ്റ്റാണല്ലോ. അപ്പോൾ രാവിലെ കളി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ചിക്കനും കൊണ്ടാണ് വന്നത്. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്ന പാടെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണ്. അപ്പോൾ ഞാൻ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. സൊർക്ക് ഒഴിച്ചു കൊടുക്കും, അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് പിന്നെ ബാക്കി വെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ഉപ്പും സൊർക്കയും ഇട്ടിട്ട് നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടും. ആ ഒരു ഉളുമ്പ് മണമില്ലേ, അതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഞാൻ സൊർക്കയും ഉപ്പും ഇട്ട് പിന്നെ ഇച്ചിരി വെള്ളം കൂടെ വെച്ചിട്ട് അതൊന്ന് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ച അരി വെച്ചിട്ട് നോക്കുമ്പോൾ ചിക്കൻ കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 3 പീസ് ചിക്കനോളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ള ചിക്കനിൽ നമുക്കൊന്ന് മസാല തേച്ച് വയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ, കപ്സയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കൂടുതൽ മസാലകളൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറി മസാലപ്പൊടി, ഉപ്പ്, സൊർക്ക, ഇത്രയും ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ മസാല തേച്ച് വയ്ക്കുന്നത്. അപ്പം ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. സൊർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതിയിട്ടാണ്. ഞാനിവിടെ സൊർക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് വന്നപ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന കാരണം ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് പരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കപ്സയിലേക്ക് വേണ്ട ബാക്കി സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനകത്തേക്കുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുന്നതും ഇതാക്കണമെന്നും ഞാൻ കാണിക്കുന്നില്ല. എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ബാക്കി കാണാം കേട്ടോ. അപ്പോൾ കപ്സയിലേക്ക് വേണ്ട എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അരിഞ്ഞും അരച്ചും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെ വേണ്ടതെന്ന് കാണിച്ചു തരാം. ഒരു സവാള ചെറുതാക്കി എരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്. 2 ഉണക്കനാരങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്പൈസസ് കറുവപ്പട്ട, കുരുമുളക്, ഏലക്കായ, കരയാമ്പൂവ്, തക്കോലം, അതുപോലെ തന്നെ ബേ ലീഫ്, ഇത്രയാണ് കേട്ടോ സ്പൈസസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ 1.5 തക്കാളി അരച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽക്ക് 1.5 തക്കാളിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ പൊടികളായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 3/4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ 3 സ്പൂണോളം നമ്മുടെ കപ്സ മസാല ഇല്ലേ അത് എടുത്തിട്ടുണ്ട്. കപ്സ മസാലയാണ് കേട്ടോ എപ്പോഴും മുന്നിൽ നിൽക്കേണ്ടത്. പിന്നെ അരി അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുതിർത്താനൊന്നുമല്ല കേട്ടോ, കഴുകി വെള്ളം ഊറ്റിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ കപ്സയിലേക്കുള്ള ചട്നിയില്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മന്തിയിൽക്കും കപ്സയിൽക്കും ഒക്കെ ഉള്ള ചട്നി പല തരത്തിലുണ്ടാക്കുക. അതിലൊരു രീതി ഞാൻ മന്തി ഉണ്ടാക്കിയ സമയത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് വേറൊരു രീതിയാണ് കേട്ടോ, അതും ഞാൻ ഇതിൽ തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലേ ചോറിൻ്റെ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച് സെറ്റ് ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് ചിക്കൻ നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് നമുക്ക് സൺഫ്ലവർ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പായിട്ട് എടുക്കേണ്ട, ഹാഫ് വേവിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ചിക്കൻ എടുത്തുങ്ങാനിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേവണ്ട, ഹാഫ് വേവിൽ 2 സൈഡൊന്ന് മുരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ മുഴുവനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി കാണാം കേട്ടോ.
അപ്പോൾ ആ ചിക്കൻ അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ അവിടെ ചട്നി ഉണ്ടാക്കിയെടുക്കണുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നമുക്കൊരു ചോപ്പറിലേക്ക് അരിഞ്ഞിടാം. മിക്സിയിൽ അരച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണതാണ് കേട്ടോ. തക്കാളി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പം ഞാനൊരു 3 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. ഇനി ചോപ്പർ കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലാണെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് അരച്ചെടുക്കണ്ട. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണതാണ് നല്ലത്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില കൂടുതൽ എടുക്കണ്ട. അപ്പോൾ ആ ഒരു ചട്നിയുടെ ആ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് മാറി നിൽക്കും. അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി. ഇനി നല്ല രീതിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അത് ആ ചോപ്പ് ചെയ്തെടുത്തത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചട്നി ഒന്ന് ലൂസാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ, അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കളറുള്ള നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ആ ഒരു കളറ് വരാത്തതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത്. ഇനി അതുപോലെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുങ്ങാനിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കുക, പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചട്നിയുടെ പരിപാടി. ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ മൊത്തം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്സയുടെ പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഞാനിതിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വന്ന നേരത്ത് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഇല്ലേ, അത് മൊത്തം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സവാളയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളില്ലേ, അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി വെക്കണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, ആ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഫ്രൈ ചെയ്യാണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് മസാലകളൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുക. നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തതിന് പകരം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ച ചിക്കൻ ആയാലും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ അരിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിലാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കാൻ നോക്കുക. അപ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കുക്കറിൽ അടിപിടിക്കുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഉപ്പ് നോക്കുക. പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയില്ലേ, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം തിളയ്ക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി അരി ഇട്ടുങ്ങാനിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക. 1 ഗ്ലാസ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതാ ഞാൻ ഇതിനകത്തേക്ക് 1 മുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ കുക്കർ നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റൊരു വിസിൽ. അപ്പോൾ അതാ നമ്മുടെ കുക്കർ ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഇത് തുറന്നു കൊടുക്കേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ ചോറും ചിക്കനും ഒക്കെ നല്ല സെറ്റായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതാ കണ്ടില്ലേ, ചോറൊക്കെ നല്ല വിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് വെള്ളത്തിൻ്റെ അളവ്, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒറ്റൊരു വിസിൽ, ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ ഒറ്റൊരു വിസിൽ. ഇത് രണ്ടും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുക്കറിൽ നമുക്ക് ഇതുപോലുള്ള അറബിക് റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് കപ്സ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുക്കറിൽ വെക്കുമ്പോൾ ഭയങ്കര പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും കേട്ടോ. ഇപ്പം നമ്മൾ പാത്രത്തിൽ വെക്കണതിനേക്കാളും എളുപ്പത്തിൽ കുക്കറിൽ നമുക്ക് ഫുഡ് ആക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ അതാ നല്ല ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. ചൂട്ടോടുകൂടെ തന്നെ കഴിക്കാം, അപ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതേ ഫുഡൊക്കെ പാത്രത്തിലാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ. ഇനി കഴിക്കേ വേണ്ടു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ.